2047 ആകുമ്പോഴേക്കും ഭാരതം വികസിതമാകണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നതെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി ഭാരതി പവാർ. ഭാരതം വികസിതമാകണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് നിൽക്കണം. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നിന്നാൽ വികസനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയും. കേരളത്തിലും ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകണമെന്നും അവർ പറഞ്ഞു. കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഭാരതി പവാർ. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭാരതത്തെ ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറ്റുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്ന് മുൻ കേന്ദ്രമന്ത്രി ഭാരതി പവാർ പറഞ്ഞു. NDA കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. വികസിത കേരളമാണ് NDAയുടെ ലക്ഷ്യമെന്നും അതിനായി NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നും ഭാരതി പവാർ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ മനസ്സിലാക്കുകയും സംസ്ഥാന ഗവൺമെന്റും NDAക്ക് വോട്ട് ചെയ്യുകയും സെൻട്രൽ ഗവൺമെന്റും NDA ആയിരിക്കുന്ന സമയത്ത് അവിടെ വികസിത പ്രവർത്തനങ്ങളിലും ബഡ്ജറ്റിലും കൂടുതൽ കാര്യങ്ങൾ അത്തരം സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കാറുണ്ട്. അപ്പോൾ ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒരേ പാർട്ടിയുടെ ആകുമ്പോൾ ഉണ്ടാകുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ എഞ്ചിൻ പോയിട്ട് സിംഗിൾ എഞ്ചിൻ പോലും ഇല്ല. അതുകൊണ്ടാണ് നമുക്കിവിടെ വികസനമോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഒന്നും തന്നെ ലഭിക്കാത്തതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഏപ്രിൽ 9 നിങ്ങളുടെ ഒരു ഇളയ സഹോദരി എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് ഇതിനെല്ലാവരും വോട്ട് നൽകി വിജയിപ്പിക്കണമെന്നുള്ളത്. मोदी जी हमेशा कहते हैं कि आत्मनिर्भर भारत. तो व्हाट इज दैट आत्मनिर्भर भारत? हमारा खुद को हमको आगे लेके जाना है. हमारा स्ट्रेंथ है, हम कर सकते हैं. किसी को पता नहीं था हम लोग वैक्सीन भी बनाएंगे और वैक्सीन भी देंगे. नहीं तो कांग्रेस मेंटेलिटी था वो वैक्सीन लेके आने का फिर 2-2 महीने में देने का. मोदी जी बोले अभी बदल गए हम लोग, हम भी बनाएंगे, हम भी देंगे और दूसरों को मदद भी करेंगे. ये बदलता हुआ भारत हम लोग देख रहे हैं. लेकिन पार्लियामेंट में देखेंगे तो मैं तो देखे आई हूँ, कुछ भी है तो राहुल गांधी खड़े होके अरे ये नहीं हुआ, वैक्सीन नहीं मिला. भाई 70 साल में आप क्या किया, आपका गवर्नमेंट क्या किया, इसका जवाब लोग पूछते तो वो बोलते नहीं है, वो निकल जाते. अभी जतिन जी वो बोल रहे हैं ये शॉर्टेज है वो शॉर्टेज है. 70 साल में इन्होंने कभी ध्यान नहीं दिया भारत में, कभी सोलर एनर्जी पे काम नहीं किया. अभी मोदी जी कह रहे हैं सोलर एनर्जी सिंस लास्ट 5 years बजट एलोकेशन हुआ, सोलर एनर्जी पे काम कर रहे हैं तो अभी उसका फायदा हमको मिलेगा. BJP ഇലക്ഷൻ ഇൻചാർജ് മാലുമേൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ശാലിനി രാജീവ്, തൊടിയൂർ രാമചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് മുരളി, ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് വിജു ക്ലിയന്തറ, ജനറൽ സെക്രട്ടറിമാരായ ശംഭു ദിവാൻ, കുട്ടൻ ശാന്തി, R രഞ്ജിത്ത്, തൊടിയൂർ വസന്തകുമാരി, S സുബിൻ, ശ്രീജ അശോകൻ, സുനിൽ സാഫല്യം, ജോബ് പാപ്പച്ചൻ, BDT മണ്ഡലം പ്രസിഡന്റ് ആദർശ്, NDA സ്ഥാനാർത്ഥി VS ജിതിൻ ദേവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.